ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്കിന്ന് ആകാശത്തിലെ അമ്പിളിമാമന്റെയും ഒരു കുഞ്ഞു കരടിയുടെയും കഥ കേട്ടാലോ? നമ്മുടെ കഥയുടെ പേരാണ് ചന്ദ്രനും കുഞ്ഞു കരടിയും. നമുക്ക് തുടങ്ങാം, അല്ലേ? ഒരിടത്തൊരിടത്ത് ഒരുപാട് വലിയ മരങ്ങളും പൂക്കളുമൊക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ള കാടുണ്ടായിരുന്നു. ആ കാട്ടില് കുഞ്ചു എന്നു പേരുള്ള ഒരു മിടുക്കൻ കരടിക്കുട്ടൻ താമസിച്ചിരുന്നു. അപ്പോ നമ്മുടെ ഈ കഥയിലെ ഹീറോ ആരാണെന്നറിയാമോ? അതൊരു കരടിക്കുട്ടനാണ്. അവന്റെ പേരാണ് കുഞ്ചു. കുഞ്ചുവിന് പകൽ സമയം ഭയങ്കര ഇഷ്ടാ. എന്താന്നറിയോ? ആ സമയത്ത് അവന് ഇഷ്ടം പോലെ കളിക്കാം, പൂമ്പാറ്റകളുടെ പുറകെ ഓടാം. പിന്നെയോ പതുക്കെ മരത്തിലൊക്കെ വലിഞ്ഞു കയറി നല്ല മധുരമുള്ള തേൻ കുടിക്കാം. അതുമാത്രമല്ല, അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കാട് മുഴുവൻ ഓടിച്ചാടി നടക്കാം. അങ്ങനെ അവന്റെ ദിവസങ്ങളൊക്കെ എപ്പോഴും കളിയും ചിരിയും ബഹളവുമായിരുന്നു. പക്ഷേ ഈ കളിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ പോയി പതിയെ ഇരുട്ടാവുമല്ലോ. അപ്പോ നമ്മുടെ കുഞ്ചുവിന് ചെറിയൊരു പേടി തോന്നിത്തുടങ്ങും. അല്ല, രാത്രിയാവുമ്പം എന്തായിരുന്നു കുഞ്ചുവിന്റെ പ്രശ്നം? ചുറ്റും ഒച്ചയൊന്നും ഇല്ലാതാവുമ്പോഴും കാറ്റടിക്കുമ്പോ മരത്തിന്റെ ഇലയൊക്കെ അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോഴും ഒക്കെ അവന്റെ ഉള്ളിലൊരു പേടി വരും. പിന്നെന്തു ചെയ്യും? നേരെ പോയി പുതപ്പിന്റെ അടിയിൽ ഒളിച്ചിരിക്കും. എന്നാൽ ഇങ്ങനെ പേടിച്ചിരുന്ന കുഞ്ചുവിന് അവന്റെ അമ്മ കാരണം ആകാശത്ത് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. അതാരാണെന്നറിയണ്ടേ? ഒരു രാത്രി കുഞ്ഞു ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് അമ്മ കരടി കണ്ടു. അപ്പോ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, "എന്റെ കുഞ്ചു, പേടിക്കണ്ട. ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ. അവിടെ ആകാശത്ത് അമ്പിളിമാമൻ നമ്മളെ തന്നെ നോക്കിയിരിപ്പുണ്ട്." അമ്മ പറഞ്ഞത് കേട്ടപ്പോ കുഞ്ഞു പതുക്കെ പുതപ്പിന്റെ ഉള്ളീന്ന് തല പുറത്തേക്കിട്ട് ആ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് മെല്ലെ മുകളിലേക്ക് നോക്കി. അവൻ നോക്കുമ്പോഴുണ്ടല്ലോ, കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ വെള്ളി വെളിച്ചം പോലെ നമ്മുടെ അമ്പിളിമാമൻ അവനെ നോക്കി ചിരിക്കുന്നു. എന്തു ഭംഗിയാണെന്നോ കാണാൻ! ആ ചിരി കണ്ടതും കുഞ്ചുവിന്റെ പേടിയൊക്കെ പമ്പ കടന്നു. അവന് ധൈര്യമായി. അവൻ ആ പുതിയ കൂട്ടുകാരനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ചന്ദ്രൻ കുഞ്ചുവിനൊരു വാക്കുകൊടുത്തു. അവൻ പതുക്കെ ചോദിച്ചു, "അമ്പിളിമാമാ, നിങ്ങൾ എന്റെ കൂടെ തന്നെയുണ്ടോ?" അപ്പോ ആകാശത്തു നിന്നൊരു ശബ്ദം, "ഉണ്ടല്ലോ കുഞ്ഞേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്." അമ്പിളിമാമൻ അവനൊരു ഉറപ്പ് കൊടുത്തു, "നീ കളിക്കുമ്പോഴും നീ സുഖമായിട്ട് ഉറങ്ങുമ്പോഴും എന്തിന് നീ നല്ല സ്വപ്നങ്ങൾ കാണുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിന്റെ കൂടെയുണ്ടാകും." അമ്പിളിമാമന്റെ ആ വാക്കുകേട്ടതോടെ കുഞ്ചുവിന്റെ പേടിയൊക്കെ എങ്ങോട്ടോ പോയി. പിന്നെ അവന്റെ രാത്രികളിലൊന്നും പേടിയില്ല. അങ്ങനെ ആ ദിവസം മുതല് കുഞ്ചു കരടിയൊരു ധൈര്യശാലിയായി മാറി. ഇരുട്ടിനെ അവന് പിന്നെ പേടിയില്ലാതായി. അന്നു തൊട്ട് ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് കുഞ്ചുവിന് ഒരു പുതിയ ശീലമുണ്ടായി. അവൻ ജനലിന്റെ അടുത്തേക്ക് പോയി മുകളിലേക്ക് നോക്കും. എന്നിട്ട് അവന്റെ കൂട്ടുകാരനോട് പറയും, "ഗുഡ് നൈറ്റ് അമ്പിളിമാമ." അപ്പ തന്നെ ആകാശത്തു നിന്നും ഒരു മറുപടി വരും, "ശുഭരാത്രി എന്റെ കുഞ്ഞിക്കൂട്ടുകാരാ." അങ്ങനെ എല്ലാ രാത്രിയിലും നമ്മുടെ കുഞ്ചുകരടി അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അമ്പിളിമാമന്റെ വെളിച്ചത്തിൽ നിറയെ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് സുഖമായി ഉറങ്ങി. അപ്പോ കഥ കേട്ട എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി. ബൈ.